കള്ളു കുടിച്ചിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയല്ല കേട്ടോ. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഒരു ലോഡ് ഫീച്ചർ ഉണ്ട് പിന്നെ. അന്നേരം ഒരു മാസം പെട്രോൾ അടിക്കുന്ന പൈസ മതി. സീനാന്നല്ലടാ വണ്ടി മൊത്തത്തിൽ. പൂവമ്പഴത്തിന്റെ കളറാ കേട്ടോ. സൂപ്പർ ബൈക്കാണ് കേട്ടോ. ഇയാളെ നമ്പർ ലോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു വണ്ടി ഡെലിവറി എടുക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ചേട്ടൻ തന്നെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അന്നേരം ആ വണ്ടി എടുക്കാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അന്നേരം ആ വണ്ടി ഏതാണെന്നും വണ്ടിയുടെ ഒരു ചെറിയൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തരാമെന്നല്ല, ഞങ്ങളിവിടെ എത്തി ഓൾറെഡി കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഓലെ. ഇന്ന് സൺഡേ ആണ്. നമ്മൾ അവർ സൺഡേ ഷോറൂം ഓപ്പണിംഗ് ആണ്. വണ്ടി ബുക്ക് ചെയ്യേണ്ടവർക്ക് ഞായറാഴ്ച വന്ന് ബുക്ക് ചെയ്യാന്നാണ് അവർ പറയുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കളർ. പൂവമ്പഴത്തിൻ്റെ കളറായിട്ടോ. പൂവമ്പഴത്തിൻ്റെ കളറിലാണ് നമ്മളൊരെണ്ണം എടുത്തിരിക്കുന്നത്. അവർക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കുറേ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഈ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ വ്ലോഗ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഞാനത് പഠിച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മളെ വണ്ടി. ആ കാണുന്നതാണ് എൻ്റെ ചേട്ടൻ, ആ കാണുന്നതാണ് എൻ്റെ ഏട്ടത്തിയമ്മ. ഇനി ഏട്ടത്തിയമ്മക്ക് ഇതിനകത്തൊക്കെ പോകുന്ന കോമഡി ആയിരിക്കും. വണ്ടി 3 മാസത്തേക്ക് 90 ഡേയ്സിലേക്ക് വണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വെക്കേഷൻ മോഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓണാക്കിയിട്ടാണ് തിരിച്ച് ചാർജ് കണക്ട് ചെയ്യുമ്പോൾ വണ്ടി ഓണാവും. ഇത് പാസ്വേഡാണ്, നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എൻ്റെ മൊബൈൽ നമ്പർ പാസ്വേഡ് ആക്കാം കേട്ടോ. മാർക്ക് എൻ്റെ മൊബൈൽ നമ്പറാണ്. എന്ത് പിടിച്ച് നമുക്കൂടെ ഒക്കെ പറഞ്ഞു തരണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇയാളെ നമ്പർ ലോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പാസ്വേഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്. നമുക്കിപ്പോൾ കമ്പനി ആപ്പ് ഓൾ ഇലക്ട്രിക് ആപ്സ് കാണിച്ചു. നമുക്ക് ആപ്പിൽ ആയിട്ട് നമുക്ക് ലൈസൻസും പാൻ കാർഡും ഇൻഷുറൻസും ഫോട്ടോ എടുത്താൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വിസിബിൾ ആവും. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഒരു ലോഡ് ഫീച്ചർ ഉണ്ട് പിന്നെ. വണ്ടി സ്റ്റാർട്ടാക്കാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. ഓ, റിവേഴ്സ് ഗിയർ ഒക്കെ ഉണ്ട്. ആ, റിവേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി ബാക്കിലോട്ട് പോകുന്നു. കള്ളു കുടിച്ചിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയല്ല കേട്ടോ. തലമു കത്തിക്കുന്നു കേട്ടോ. ജേമിക്ക് പോകുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. എന്തുള്ള ഇത് നീ പഠിച്ച സാധനം അങ്ങനെയാണ്. അത് മതി. സൂപ്പർ ബൈക്കാണ് കേട്ടോ. ഈ സൂപ്പർ ബൈക്കിന്റെ ആവശ്യമില്ല കേട്ടോ. സീനാന്നല്ലടാ വണ്ടി മൊത്തത്തിൽ. ആ പാട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യം ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഫോൺ കണക്ട് ചെയ്യാൻ പോകുമ്പോൾ നീ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നത് ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പാസ്വേഡ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്ക്രീനിൽ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക, ഈ ലോക്ക് ബട്ടൺ ടാപ്പ് ചെയ്ത് വണ്ടി ഓഫ്. പിന്നെ വേറെ ഇടയ്ക്ക് ബഗ് ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് വണ്ടി ഓൺ ആക്കി ഇടുക. ഒന്ന് റിവേഴ്സ് ബട്ടൺ, പവർ ബട്ടൺ ഒരു 18 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബഗ് ഇഷ്യൂ ഉണ്ടാവും. വണ്ടി ഓഫ് ചെയ്തിട്ട് പുതിയ സോഫ്റ്റ്വെയർ ബഗ് ഇഷ്യൂ ഉണ്ടാവും. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, വണ്ടി ഓഫ് ആവും. മറ്റേ ഓടാന്ന് ഏത് കാണിക്കും ബസ് കൈ ഒന്ന് എടുക്കാം. പാട്ട് പ്ലേ ചെയ്ത് ഇവിടെ സ്പീക്കർ കേട്ടോ. ബാഗും കത്തു. ഇതിപ്പോ JD ഗോമന്റെ പ്ലോട്ട് പോലെ ആയി. അല്ലടാ, JD ഗോമന്റെ പ്ലോട്ട് പോലെ ആയല്ലോ. ഈ പാട്ടിടുമ്പോൾ മാത്രമേ ഇത് കത്തത്തോളൂ. ആ പാർട്ടി മോഡ് ഇടുമ്പോൾ അതാ ജോബ് ചെയ്ത് റണ്ണിങ് പറ്റത്തില്ല. ഇത് ഓണ അങ്ങനെ നമ്മൾ വണ്ടി ഐശ്വര്യമായിട്ട് ചേട്ടൻ നമ്മുടെ തന്നെ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോവാ കേട്ടോ. ഈശ്വര, തൊട്ട് ഫ്രണ്ട് വലിയൊരു കുഴിയുണ്ട്. ദൈവം ആ കുഴി കടന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെട്ട്, ഇല്ല നമ്മൾ പെട്ട്. മീ എന്നൊരു വിളി മാത്രമേ കാണത്തുള്ളൂ. മാറിക്കോ. അല്ലടാ, ഞാൻ ഇറക്കാൻ പോവാ. ഓ അമ്മലേ അമ്മേ.
കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരം ഇനി നമ്മൾ ഈ വണ്ടിയുടെ ഒരു കുറച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ, അതിനുവേണ്ടി നമ്മുടെ ഇർഹാം ഓക്കെ. അന്നേരം ഇവിടെ ഓലയുടെ സെയിൽസിൽ എക്സിക്യൂട്ടീവ് ആണ്. ഫസ്റ്റ് ഇതിന്റെ പ്രൈസ് എങ്ങനെ സ്റ്റാർട്ടിങ് നമുക്കിപ്പോ ലിമിറ്റഡ് എഡിഷൻ ആണ്, കാക്കി എന്ന് പറയും. ഓ അതാണ് സ്റ്റിക്കർ ഒക്കെ ഫ്രീഡം എഡിഷൻ ദാപ്പാട് 19,758 പീസ് അവൈലബിൾ ഉള്ളൂ. ഇതല്ലേ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ 1 മന്ത് ഉണ്ട്. 1 മന്ത് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. പ്രൈസ് 10,000 rupees നോർമൽ S1 Pro-നെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ. ഇതിന്റെ ആക്ച്വൽ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് 1,55,777 രൂപ വരുന്നത്. ഇതിപ്പം ഡെലിവറി വണ്ടിയാണോ അതോ ഡെമോയ്ക്ക് ഇതിപ്പോ ഡെലിവറി വണ്ടിയാണ്, കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയാണ്. പുള്ളി ഒരു മാസം വെയിറ്റ് ചെയ്തല്ലേ ഇതിന് വേണ്ടി? വെയിറ്റ് ചെയ്തിട്ട്. ഓക്കെ. അന്നേരം മറ്റേ നോർമൽ വണ്ടികൾക്ക്, അതായത് ഇപ്പൊ ഈ സ്പെഷ്യൽ എഡിഷൻ മാറ്റിയിട്ട് ബാക്കി വണ്ടികൾക്ക് എന്തോ പ്രൈസ് വരും? നമുക്ക് ഇപ്പോഴത്തെ ഓൺഗോയിങ് പ്രൊമോഷൻ പ്രൈസ് 1,45,777 വരുന്നുണ്ട് ഓൺ റോഡ് പ്ലസ് ഇൻഷുറൻസ്, റോഡ് ടാക്സ് ഒക്കെ ചേർത്ത് വരുന്നത്. ഓക്കെ. അന്നേരം മോഡൽ എന്ന് പറയുന്നത് ഒരൊറ്റ മോഡലാണ്. നമുക്ക് ആകപ്പാട് 3 വേരിയന്റ് വരുന്നുണ്ട്. ഓല S1 എയർ വരുന്നുണ്ട്, S1 വരുന്നുണ്ട്, S1 പ്രോവും വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് എയർ ജൂൺ ജൂലൈ ആവും. പുതിയ മോഡൽ വരുന്നതാണ് ഓൾറെഡി അവൈലബിൾ, റിസർവേഷൻ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഡെലിവറി ജൂൺ ജൂലൈ ആകുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. വ്യത്യാസം നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നമുക്ക് ഹബ് മോട്ടർ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇപ്പം ഈ നോർമൽ S1-ഉം S1 പ്രോയ്ക്ക് എന്തോ പ്രൈസ് ഉണ്ട് ഈ സ്പെഷ്യൽ എഡിഷൻ മാറ്റി നിർത്തി? നമുക്ക് S1 ഇപ്പം നിലവിൽ പ്രൈസ് 1,35,400 ആണ്. 1,35,400. ഓക്കെ. S1 Pro ആകുമ്പോൾ പ്രൊമോഷൻ പ്രൈസ് ആണ് 1,45,777. ഓക്കെ. ഇപ്പം നമുക്കിപ്പോൾ വണ്ടി എടുക്കാനായാലും ഇപ്പം ഡൗൺ പേയ്മെന്റ് എന്ത് വരും? നമുക്കിപ്പോൾ കോട്ടക്കിലൊക്കെ ആകപ്പോൾ ഡൗൺ പേയ്മെന്റ് 10,000 വരുന്നുള്ളൂ. ആണോ? നമുക്ക് മാസം ഒരു 4,800 വെച്ച് ഇപ്പോൾ EMI വരുന്നുണ്ട്. മാസം അന്നേരം ഒരു മാസം പെട്രോൾ അടിക്കുന്ന പൈസ മതി. പിന്നെ ടാറ്റ ക്യാപിറ്റൽ വരുന്നത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു 5,000 രൂപ സർവീസ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. മാസം ഒരു 5,195 രൂപ വെച്ച് EMI അടച്ചാൽ മതി. ഓക്കെ. ഇത് ഇപ്പം ഈ ഇതിന് മാത്രമേ ഉള്ളൂ ഒരു മാസം വെയിറ്റിംഗ് പീരീഡ് വരുന്നല്ലേ? സാറിന് 3 weeks ആണ് ബുക്കിംഗ് പീരീഡ് വരുന്നത്. ബാക്കി കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം പീരീഡ് തന്നെ, 3 to 4 weeks. പിന്നെ മൊത്തം നമുക്ക് 12 കളർ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ നമുക്ക് വാറണ്ടി വന്നിട്ട് ബാറ്ററിക്ക് 3 years വാറണ്ടി വരുന്ന, അൺലിമിറ്റഡ് കിലോമീറ്റർ ആയിരിക്കും. മോട്ടറിന് 40,000 അല്ലെങ്കിൽ 3 years, ചാർജറിന് 40,000 അല്ലെങ്കിൽ 3 years. സർവീസ് ആയിട്ട് അങ്ങനെ നമുക്ക് പീരിയഡിക് സർവീസ് വരുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് സെന്ററിൽ കൊണ്ടുവന്നാൽ മതി. ഓക്കെ. സർവീസ് കോസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് പീരിയഡിക് സർവീസ് വരുന്നില്ല. റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഓല കെയർ പ്ലസ് പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 yearത്തേക്ക് ഫ്രീ റോഡ് അസിസ്റ്റന്റ് ആയിരിക്കും. എവിടുന്ന് വണ്ടി കംപ്ലൈന്റ് അവിടുന്ന് വണ്ടി ഫ്രീ പിക്കപ്പും ഡ്രോപ്പ് ഓഫ് ആയിരിക്കും. എത്ര ഏരിയ ഉണ്ടോ? നമുക്ക് സിറ്റി ലിമിറ്റ് 25 kilometer പോയാലും കുഴപ്പമില്ല. ഓക്കെ, നല്ല കാര്യം. ഇത്രേ ഉള്ളൂ. വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് വരുന്നതായിരിക്കും. കാര്യം ഞാൻ ഇപ്പോൾ ഇത് പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ളോഗ് ഇങ്ങനെ നീണ്ടു പോകും. കാര്യം ഓൾറെഡി ഇപ്പോൾ ഡെലിവറി വീഡിയോ ഉണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ വ്ളോഗ് പറയുമ്പോൾ കുറേ ഫീച്ചറും കാര്യങ്ങളൊക്കെ നിറച്ചുണ്ട്. അത് നമുക്ക് ഒരു ദിവസം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇത്ര നേരം സംസാരിച്ചതിന് നന്ദി. പിന്നെ ഇവരുടെ ഷോറൂം വരുന്നത് ഇത് കൊല്ലം ആയിത്തില്ല വരുന്നത് നമ്മളുടെ HP പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, കൊല്ലം ആയിത്തിൽ നമ്മുടെ HP പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോറൂം വരുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും സൺഡേ അല്ലേ? ഇന്നും ഉണ്ടോ? എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഓക്കെ. എത്ര മണിക്ക് രാവിലെ? മോർണിംഗ് 9 to 8 o'clock വരെ ഉണ്ടല്ലേ? ഇവിടെ ഐത്തിലാണ് ഷോറൂം. അന്നേരം ബാക്കി ഷോറൂം ഡീറ്റെയിലും റോഡ് നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അന്നേരം എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളും ഷോറൂമിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ പോകാൻ ഏട്ടനും ഏട്ടത്തെയും കൂടെ പോകുന്നത്. അപ്പം ശരി, നിങ്ങൾ വിട്ടോ കേട്ടോ, കാരണം നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബുള്ളറ്റ് ഉണ്ട്, നമ്മുടെ ബുള്ളറ്റിലങ്ങ് പോകും. അപ്പോൾ ശരി, എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ വരുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.